തുടരുന്നു. വയനാട്ടിൽ DCC ട്രഷറർ NM വിജയന്റെയും മകന്റെയും ആത്മഹത്യ ഒരു രാഷ്ട്രീയ പ്രശ്നമായി മാറിയിരിക്കുകയാണ്. അവിടെ CPM ഈ കാര്യത്തിൽ സമഗ്രമായ അന്വേഷണം ആവശ്യപ്പെട്ടും കോൺഗ്രസ് നേതൃത്വത്തിനെതിരെയും അവിടെ പ്രതിഷേധ പരിപാടികൾ നടത്തുകയാണ്. MLA-യും കോൺഗ്രസ് നേതാവുമായ IC ബാലകൃഷ്ണന്റെ രാജി ആവശ്യപ്പെട്ടാണ് പ്രധാനമായും CPM അവിടെ പ്രതിഷേധ പരിപാടികളിലേക്കും പ്രക്ഷോഭങ്ങളിലേക്കും ഒക്കെ പോകുന്നത്. വയനാട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. DCC ട്രഷററായിരുന്ന NM വിജയന്റെയും മകന്റെയും ആത്മഹത്യ, ഈ ഒരു പ്രശ്നത്തിൽ MLA അതുപോലെ തന്നെ കോൺഗ്രസ് നേതാവ് IC ബാലകൃഷ്ണന്റെ രാജി ആവശ്യപ്പെട്ടാണ് CPM പ്രവർത്തകർ അവിടെ പ്രതിഷേധ പരിപാടി നടത്തുന്നത്. ഇപ്പോൾ മാർച്ച് പോലീസ് അവിടെ CPM നടത്തിയ മാർച്ച് പോലീസ് അവിടെ ബാരിക്കേഡ് കെട്ടി തടഞ്ഞിരിക്കുകയാണ്. വയനാട്ടിൽ നിന്ന് കമൽ ചേരുന്നു. കമൽ, IC ബാലകൃഷ്ണന്റെ രാജി ആണ് പ്രധാനമായും CPM ആവശ്യപ്പെടുന്നത്. എന്തിന്റെ പേരിലാണ് IC ബാലകൃഷ്ണന്റെ രാജി CPM ആവശ്യപ്പെടുന്നത്? രാജീവ്, കഴിഞ്ഞ ദിവസം ഈ NM വിജയന്റെ ആത്മഹത്യക്ക് പിന്നാലെ 2021 ഒരു കരാർ എന്ന് പറയുന്ന ഒരു രേഖ, ഒരു മുദ്രപത്രത്തിന്റെ ഒരു പകർപ്പ് പുറത്തു വന്നിരുന്നു. അതിൽ NM വിജയനും ഒരു ഉദ്യോഗാർത്ഥിയുടെ പിതാവും തമ്മിൽ 30 ലക്ഷം രൂപയുടെ ഇടപാട് നടത്തിയ ഒരു കരാറിന്റെ രേഖയാണ് പുറത്തു വന്നത്. അതിൽ IC ബാലകൃഷ്ണന്റെ പേര് പരാമർശിക്കുന്നുണ്ടായിരുന്നു. DCC പ്രസിഡന്റ്, ആ കാലത്ത് DCC പ്രസിഡന്റായിരുന്ന IC ബാലകൃഷ്ണന്റെ അറിവോടെയാണ് ഈ കരാർ ഉണ്ടാകുന്നതെന്നും അഥവാ നിയമനം നൽകിയില്ലെങ്കിൽ പണം തിരിച്ചു നൽകുമെന്നൊക്കെയാണ് ആ കരാറിലുണ്ടായത്. അത് പുറത്തു വന്നതോടെയാണ് IC ബാലകൃഷ്ണന്റെ രാജി ആവശ്യപ്പെട്ട് CPIM-ഉം BJP-യും രംഗത്തെത്തിയത്. CPIM ഏരിയ കമ്മിറ്റി, സുൽത്താൻ ബത്തേരി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഇന്ന് IC ബാലകൃഷ്ണൻ MLA-യുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്നത്. ജില്ലാ സെക്രട്ടറി K റഫീഖ് ഉൾപ്പെടെയുള്ളവർ നേതൃത്വം നൽകുന്നുണ്ട്. ഈ കാര്യത്തിൽ പ്രതിഷേധം ശക്തമാക്കാനാണ് CPIM-ന്റെ തീരുമാനം. അതേസമയം ഇന്ന് IC ബാലകൃഷ്ണൻ MLA ജില്ലാ പോലീസ് മേധാവിക്ക് ഇത് സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം നടത്തി യഥാർത്ഥത്തിൽ തട്ടിപ്പ് നടത്തിയവരെ പുറത്തു കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ട് പരാതി നൽകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. രാജി.